നടക്കുകയാണ്. എല്ലാ നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ താന്നൂരിലെ പ്രത്യേകിച്ച് പൊന്മുണ്ടത്ത് അതിൻ്റെ വൈബിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ സായാഹ്നം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, താന്നൂർ പോലത്തൊരു മണ്ഡലം, ഒരുപക്ഷെ വികസനത്തിന് ഒട്ടനവധി കിനാവുകൾ അവശേഷിക്കുന്ന ഒരു മണ്ഡലമാണ് താന്നൂർ എന്ന് പറയാതിരിക്കാനാവില്ല. മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരേ ഒരു മന്ത്രിയാണ് മലപ്പുറത്തുണ്ടായത്. ആ മന്ത്രിയുടെ മണ്ഡലമാണ് താന്നൂർ എന്ന് പറയുന്നത്. ആ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കായിക വകുപ്പാണ്. ആ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്ത, താന്നൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ സ്റ്റേറ്റ് അത്ലറ്റിക്സ് കളിക്കുന്ന സ്കൂൾ കായികോത്സവത്തിന്റെ സ്റ്റേറ്റ് അത്ലറ്റിക്സ് കളിക്കുന്നതിൽ 8ഓളം കുട്ടികൾ ബൂട്ടണിയാതെയാണ് ഗ്രൗണ്ടിലേക്ക് വന്നത് എന്നൊരു കൗതുകമുള്ള വാർത്ത. എന്ന് വെച്ചാൽ 60-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഐറ്റത്തിൽ 8 കുട്ടികൾ ബൂട്ടിടാതെ വന്നിരിക്കുന്നു. ചാനലുകൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ബൂട്ടില്ലാത്തത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ആ 8 കുട്ടികളും പോയത് ഈ താന്നൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളാണ് എന്നതാണ് ഏറ്റവും അപമാനകരമായ ഒരു കാര്യം. ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഒട്ടേറെ കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഈ വരുന്ന 5 വർഷക്കാലത്തേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്താൽ ഈ നിയോജക മണ്ഡലത്തിൽ കായിക പ്രതിഭകൾ കുതകുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഹൃദയത്തിൽ തൊട്ട വാക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. ഇത് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറയും, ഞങ്ങൾ 3 സ്റ്റേഡിയം ഉണ്ടാക്കിയില്ലേ എന്ന് പറയും. ഞാൻ ആ സ്റ്റേഡിയം പോയി കണ്ടു. ആ സ്റ്റേഡിയത്തിന്റെ പുറത്ത് കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, സ്റ്റേഡിയം ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ കളിക്കാൻ പറ്റൂല, കളിക്കണമെങ്കിൽ ഗവൺമെന്റിന് അനുമതി വാങ്ങണം എന്ന് പറയാൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ താന്നൂരിന്റെ മണ്ണും താന്നൂരിന്റെ പണവും താന്നൂരിന്റെ ഈ വായുവും ഇതിന്റെ ഭൗതിക സാഹചര്യമൊക്കെ ഉപയോഗിച്ച് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് താന്നൂരിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പൂട്ട് പൊട്ടിച്ച് കളിക്കുന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായി നൽകുകയാണ്. ആ പൂട്ട് പൊട്ടിച്ച് നമ്മൾ കളിക്കും. അങ്ങനെ അധികാരവർഗത്തിന്റെ പൂട്ടുകൾ കൊണ്ട് കെട്ടിയിടാൻ കഴിയുന്നതല്ല ഒരു വികസന പ്രവർത്തനമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. നോക്കൂ, താന്നൂരിലെ 10 വർഷക്കാലം ഒരു MLA ഉണ്ടായിട്ട് അതിനു മുൻപ് UDF കൊടുത്ത ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ കരുതി ഇവിടെ സ്ഥാനാർത്ഥിയായൊക്കെ വന്നപ്പോ കോളേജിലെ കുട്ടികളൊക്കെ കാണാനോ. ഞാൻ നമ്മുടെ മണ്ഡല MSFന്റെയും KSന്റെ ഒക്കെ ഭാരവാഹികളോട് പറഞ്ഞു, നമുക്ക് ആ കോളേജിലൊന്ന് പോകണം. അപ്പോൾ അവർ വീണ്ടും കോഴിപ്പീടിയെ താഴേക്ക് പോകും. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ഗതികാലം കഴിഞ്ഞില്ലേ? 10 വർഷക്കാലമായിട്ട് അവിടെയാണ് ആ കോളേജ് ഉള്ളത്. പുതിയ കോളേജ് ഉദ്ഘാടനം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് പറയുന്നത്, കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ക്ലാസ് മുറികളില്ല, ബെഞ്ചില്ല, ഡെസ്ക് ഇല്ല, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. അങ്ങനെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയാൽ അതൊക്കെ പൊളിച്ചെഴുന്ന ഒരു തിരഞ്ഞെടുപ്പ് മാറണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ താന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് ചോദിച്ചു പോയി. പെരുന്നാളിന്റെ തലേന്ന് ഞങ്ങൾ പോയി. അപ്പോൾ തീരദേശ മേഖലയിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി വരുന്നത്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ എന്നല്ല, കേരളത്തിന്റെ തന്നെ ആഭ്യന്തര ടൂറിസത്തിന്റെ ഹബ്ബായി മാറാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രകൃതിയുടെ സൗന്ദര്യമുള്ള ഒരു നാടാണ് താന്നൂർ എന്ന് പറയുന്നത്. പ്രകൃതി അങ്ങനെ സൗന്ദര്യം നൽകുകയാണ്. ആ പ്രകൃതി സൗന്ദര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ഒരു പ്രദേശത്ത് ഒരു മെഴുകുതിരി വിളക്ക് പോലും കത്തിച്ചു വെക്കാൻ കഴിയാത്ത ഒരു കാലത്ത് നിന്ന് ഈ താന്നൂർ എന്ന് പറയുന്ന ഈ പ്രകൃതി സൗന്ദര്യമുള്ള ദേശത്തെ കേരളത്തിനെയും മലപ്പുറത്തെയും ആഭ്യന്തര ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമെന്ന ഉറപ്പ് നൽകാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം അപ്പുറം എനിക്ക് നിങ്ങളോടൊരു വാക്ക് മാത്രമാണ് പറയാനുള്ളത്. അത് ആര് വന്നാലും ആര് പോയാലും എന്നെ തിരഞ്ഞെടുത്താൽ മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പാതി വഴി നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പാഞ്ഞു പോകില്ല എന്ന ഉറപ്പ് കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട UDFന്റെ സഹപ്രവർത്തകർ, നിങ്ങളെല്ലാവരും എല്ലാ നാട്ടുകാരോടും വോട്ട് ചോദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, നിങ്ങളെല്ലാവരും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ഒരുപക്ഷെ താന്നൂരിന്റെ പൈതൃകത്തിന്റെ പ്രൗഢിക്ക് വേണ്ടിയുള്ള ഒരു തിരിച്ചു നടക്കലിന് നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായിട്ടുള്ള കോണി അടയാളത്തിൽ നിങ്ങൾ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഒരുപക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് പോകേണ്ടി വന്നാലും നിങ്ങളൊരു വോട്ട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ഈ UDFന്റെ സ്ഥാനാർത്ഥിയായി
എനിക്ക് ചെയ്തു വന്നതിന്റെ പേരിൽ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് തോന്നുന്ന ഒരു സെക്കൻഡ് സമയം പോലും ഈ 5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതെന്റെ വാക്കാണ്. കാരണം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് പാണക്കാട് ചെയ്ത സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പ്രിയപ്പെട്ട തങ്ങളവറുകൾ വയനാടിൽ മുസ്ലിം ലീഗിന്റെ വയനാട് ചൂരൽമലയിലെ ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അത് കൈമാറുന്ന ചടങ്ങിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം പറഞ്ഞത്, പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞാൽ അത് ആളുകളെ സ്നേഹിക്കാനും ആളുകളെ ചേർത്ത് വെക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും കഴിയുന്നവരാകണം എന്നാണ് ഞങ്ങൾ ഉപദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട ഈ നിയോജക മണ്ഡലത്തിലെ നല്ലവരായ വോട്ടർമാരോട് പറയുന്നത്, നിങ്ങളെ സേവിക്കാൻ, നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് സർക്കാരിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ അത് ഏത് വ്യക്തിക്കായാലും ഏത് നാടിനായാലും എന്ത് പോരടിച്ചായാലും ആ വികസനങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഈ പ്രദേശത്ത്. കഴിഞ്ഞ 10 വർഷക്കാലമായി സായാഹ്നം ഈ ബ്ലോക്ക് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. മന്ത്രിയും ഉണ്ടായി, MLA യും ഉണ്ടായി. എന്നിട്ടും ഈ ബ്ലോക്ക് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത്, ഒരവസരം UDF തന്നാൽ 5 വർഷം കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞു, കുടിവെള്ളത്തിന് വലിയ പ്രതിസന്ധിയുണ്ട്, ഇവിടെ കുടിവെള്ളം വലിയ പ്രശ്നമാണ്, ഞങ്ങൾ കുടിവെള്ളത്തിന് വലിയ സൗകര്യം ചെയ്യണം എന്നാ പറഞ്ഞത്. ഈ 5 വർഷത്തിനിടയിൽ ഒരു മന്ത്രി ഉണ്ടായിട്ട് കുടിവെള്ളം പരിഹരിച്ചിട്ടില്ല. പക്ഷേ താന്നൂർ മൂലക്കലിൽ കുടിക്കാൻ വേണ്ടി ഒരു കള്ള് ഷാപ്പ് തുടങ്ങാൻ ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അങ്ങനത്തെ കള്ള് ഷാപ്പുകളും ഇവിടുത്തെ ബീവറേജ് കോർപ്പറേഷനുകളും അല്ല, മനുഷ്യന് കുടിക്കാനുള്ള നല്ല പച്ചവെള്ളം നൽകാൻ കഴിയുന്ന മനുഷ്യപ്പറ്റുള്ള ഒരു ചെറുപ്പക്കാരനായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ കോണിയടയാൾക്ക് രേഖപ്പെടുത്തണം. നാളെ രാവിലെ 9:30 മണിക്ക് തിരൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തിരൂരിലെ സിവിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം. ഇവിടെ നമ്മുടെ കലാകാരന്മാർ അവിടെ പരിപാടികൾ തുടരുകയാണ്. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ വേദിയിലേക്ക് വരും. നാളെ കൈമാറാനുള്ള നമ്മുടെ പത്രിക പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളോടും UDFന്റെ മറ്റ് കോൺഗ്രസിന്റെയും മറ്റ് നേതാക്കന്മാരെയും ഒക്കെ കണ്ട് അനുവാദം വാങ്ങുകയും അനുഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി എനിക്ക് മലപ്പുറം ഓഫീസിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ വിവിധ നേതാക്കന്മാർ വേദിയിലേക്ക് എത്തും. നമ്മുടെ ഇവിടുത്തെ കലാകാരന്മാർ അവർ മനോഹരമായ അവരുടെ പരിപാടികൾ ഇവിടെ തുടരും. നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ കസാരയിട്ട് ഒരു സുഹൃത്തിനെ പോലെ, ഒരു മകനെ പോലെ, ഒരു അനിയനെ പോലെ ചേർത്ത് വെക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.